പ്രഭാഷകൻ്റെ പുസ്തകത്തിനുള്ള വായന. അധ്യായം 38 1 മുതലുള്ള വാക്യങ്ങൾ. വൈദ്യരും രോഗശാന്തിയും. വൈദ്യരെ ബഹുമാനിക്കുക, നിനക്ക് അവനെ ആവശ്യമുണ്ട്. കർത്താവാണ് അവനെ നിയോഗിച്ചത്. വൈദ്യൻ്റെ ജ്ഞാനം അത്യുന്നതത്തിൽ നിന്നും വരുന്നു. രാജാവ് അവനെ സമ്മാനിക്കുന്നു. വൈദ്യൻ്റെ വൈഭവം അവനെ ഉന്നതനാക്കുന്നു. മഹാന്മാർ അവനെ പ്രശംസിക്കുന്നു. കർത്താവ് ഭൂമിയിൽ നിന്ന് ഔഷധങ്ങൾ സൃഷ്ടിച്ചു. ബുദ്ധിയുള്ളവർ അവയെ അവഗണിക്കുകയില്ല. അവിടുന്ന് വെള്ളത്തെ തടികഷ്ണം കൊണ്ട് മധുരീകരിച്ച് തൻ്റെ ശക്തി വെളിപ്പെടുത്തിയില്ലേ? മനുഷ്യൻ്റെ അത്ഭുതകൃതികൾ മഹത്വപ്പെടേണ്ടതിന് അവിടുന്ന് മനുഷ്യർക്ക് സന്തതികൾ നൽകി. ആദ് മുഖേന അവർ വേദനയെ കയറ്റുകയും രോഗസുഖമാക്കുകയും ചെയ്യുന്നു. ഔഷധ നിർമ്മാതാവ് അതുപയോഗിച്ചു. മിശ്രിതം ഉണ്ടാകുന്നു. അവിടുത്തെ പ്രവർത്തികൾക്ക് അന്തമില്ല. ഭൂമുഖത്ത് അവിടുന്ന് ആരോഗ്യം വ്യാപിക്കുന്നു. മകനെ, രോഗം വരുമ്പോൾ ഉദാസീനനാകാതെ കർത്താവിനോട് പ്രാർത്ഥിക്കുക. അവിടുന്ന് നിന്നെ സുഖപ്പെടുത്തും. നീ തെറ്റുകൾ തിരുത്തി നേരായ മാർഗത്തിലേക്ക് തിരിയുകയും ഹൃദയത്തിൽ നിന്നും പാപം കഴുകിക്കളയുകയും ചെയ്യുക. സുരഭില ബലി സ്മരണാശംസമായി നേർത്ത മാവും സമർപ്പിക്കുക. കാഴ്ചവസ്തുക്കളിൽ കഴിവിനൊത്ത് എണ്ണ പകരുക. വൈദ്യന് അർഹമായ സ്ഥാനം നൽകുക. കർത്താവാണ് അവനെ നിയോഗിച്ചത്. അവനെ ഉപേക്ഷിക്കരുത്. അവനെക്കൊണ്ട് നിനക്ക് ആവശ്യമുണ്ട്. വിജയം വൈദ്യൻ്റെ കൈകളിൽ സ്ഥിതി ചെയ്യുന്നു. അവസരമുണ്ട്. രോഗം നിർണയിച്ചു സുഖപ്പെടുത്തി. ജീവൻ രക്ഷിക്കാൻ അവിടുത്തെ അനുഗ്രഹത്തിന് വേണ്ടി അവനും കർത്താവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. സൃഷ്ടാവിൻ്റെ മുമ്പിൽ പാപം ചെയ്യുന്നവൻ വൈദ്യസഹായം തേടേണ്ടി വരും. മരിച്ചവരെ ഓർത്ത് വിലാപം. മകരെ, മരിച്ചവനെ ഓർത്ത് കരയുക. കഠിന വേദന കൊണ്ട് എന്നെപ്പോലെ വിലപിക്കുക. അവൻ്റെ മൃതദേഹം സമർഹമായി സംസാരിക്കുക. അതിൽ ഉദാസീനത കാണിക്കരുത്. നിന്റെ കരച്ചിൽ വേദനപൂർവ്വം വിലാപം തീക്ഷ്ണതയുമുള്ളതും ആയിരിക്കട്ടെ. ആരും ആക്ഷേപിക്കാതിരിക്കാൻ അവൻ്റെ യോഗ്യതയ്ക്കനുസൃതം 1-2 ദിവസം ദുഃഖം ആചരിക്കുക. പിന്നെ ആശ്വസിക്കുക. ദുഃഖം മരണത്തിൽ കലാശിക്കുന്നു. ഹൃദയവേദന ശക്തി കൊടുക്കുന്നു. വിനാശത്തിൽ ദുഃഖം ശമിക്കുകയില്ല. ദാരിദ്ര്യൻ്റെ ജീവിതം ഹൃദയഭാരം നിറഞ്ഞതാണ്. നിന്റെ ഹൃദയം ദുഃഖത്തിന് അധീനമാകരുത്. ജീവിതാന്തം ഓർത്ത് അതിനെ അകറ്റിക്കളയുക. തിരിച്ചുവരവ് അസാധ്യമെന്ന് ഓർക്കുക. മരിച്ചവർക്ക് നീ ഒരു നന്മയും ചെയ്യുന്നില്ല. നിന്നെ തന്നെ ഉപദ്രവിക്കുകയാണ്. നിന്റെ അവസാനം അനുസ്മരിക്കുക. നിൻ്റേതും പ്രകാശം തന്നെ. ഇന്നലെ ഞാൻ, ഇന്നു നീ. മരിച്ചവൻ വിശ്രമിക്കുമ്പോൾ അവനെക്കുറിച്ചുള്ള സ്മരണയും അവസാനിക്കട്ടെ. അവൻ്റെ ആത്മാവ് വേർപെട്ട് കഴിയുമ്പോൾ ആശ്വസിക്കുക. ജോലി ജ്ഞാനവും. പണ്ഡിതൻ്റെ വിജ്ഞാനം വിശ്രമത്തെ ആശ്രയിച്ചിരിക്കുന്നു. വിഗ്രതകൾ ഒഴിഞ്ഞാലേ ജ്ഞാനം ലഭിക്കൂ. കലപ്പ പിടിക്കുകയും ചാട്ടയിൽ അഭിമാനിക്കുകയും ചെയ്യുന്നവൻ കാളകളെ തെളിയിക്കുകയും നോക്കുകയും അവയെപ്പറ്റി സംസാരിക്കുകയും ചെയ്യുന്നവൻ അവൻ ഉഴുവുചാലുകളെപ്പറ്റി ചിന്തിക്കുകയും പശുക്കുട്ടികൾക്കുള്ള തീറ്റയുടെ കാര്യത്തിൽ ശ്രദ്ധിക്കുകയും ചെയ്യുന്നു. രാവും പകലും അധ്വാനിച്ച് മുദ്ര കുത്തുന്ന കുത്തുപണിക്കാരും കരവേല വിദഗ്ധരും ഇങ്ങനെ തന്നെ പുതിയ രൂപങ്ങൾ നിർമ്മിക്കുന്നതിലും ചൈതന്യമുള്ള ചിത്രങ്ങൾ രചിക്കുന്നതിലും മണിക്കൂർ തീർക്കുന്നതിലും അവർ മനസ്സെരുത്തുന്നു. ഉലയൂതുന്ന ഇരുമ്പ് പണിക്കാരനും അങ്ങനെ തന്നെ. അഗ്നിയിൽ തട്ടിവരുന്ന കാറ്റ് അവൻ്റെ മാംസം ഉരുക്കിക്കളയുന്നു. ഉലയിലെ ചൂടേറ്റ് അവൻ ഇല്ലാതാവുകയാണ്. കൂടമടിക്കുന്ന ശബ്ദമാണ് അവൻ്റെ കാതുകളിൽ. അവൻ്റെ കണ്ണുകൾ പണിത്തരങ്ങളുടെ രൂപഭംഗിയിൽ പതിയുന്നു. അവ പണിക്കൂർ തീർത്ത് അലങ്കരിക്കാൻ അവൻ ദത്തശ്രദ്ധനാണ്. കാലുകൊണ്ട് ചക്രം തിരിച്ചും ജോലി ചെയ്യുന്ന കുശവനും അങ്ങനെ തന്നെ. അവൻ സർവകൃതി നിർവഹണത്തിൽ മുഴുകിയിരിക്കുന്നു. എണ്ണം നോക്കിയാണ് അവൻ്റെ പ്രയത്നം നിർണ്ണയിക്കുന്നത്. അവൻ കൈകൊണ്ടും കളിമണ്ണിനും രൂപം കൊടുക്കുന്നു. കാലുകൊണ്ടും കുഴച്ചു പകരമാകുന്നു. മനുകുന്നത്തിൽ അവൻ ശ്രദ്ധ പതിക്കുന്നു. തീച്ചുള്ള വൃത്തിയാകുന്നതിലും അവൻ ശ്രദ്ധിക്കുന്നു. ഇവരെല്ലാം കരുവിരുതിനെ ആശ്രയിച്ചിരിക്കുന്നു. ഓരോരുത്തരും താന്താങ്ങളുടെ തൊഴിലിൽ സമർത്ഥരാണ്. അവരെ കൂടാതെ നഗരം പണിയാവാനില്ല. ആളുകൾക്കെവിടെ വരുന്നതിനോ താമസിക്കുന്നതിനോ സാധിക്കുകയില്ല. എങ്കിലും പൗരസമിതങ്ങളിലേക്ക് അവർ വിളിക്കപ്പെടുന്നില്ല. പൊതുസഭയിൽ അവർക്ക് പ്രാമുഖ്യമില്ല. ന്യായസ്ഥാനത്തിൽ അവർക്ക് ഇരിക്കുന്നില്ല. വിധിപ്രസ്താവം അവർ ഗ്രഹിക്കുന്നില്ല. അനുശാസനമോ വിധിപ്രസ്ഥാനമോ വ്യാഖ്യാനിക്കാൻ അവർക്ക് സാധിക്കുകയില്ല. അബ്ദവാക്യങ്ങൾ അവർ പ്രയോഗിക്കുന്നില്ല. എന്നാൽ ലോകത്തിൻ്റെ ഘടന അവർ നിലനിർത്തുന്നു. തങ്ങളുടെ തൊഴിലിനെക്കുറിച്ചാണ് അവരുടെ പ്രാർത്ഥന. പ്രഭാഷകൻ്റെ പുസ്തകം 38 അധ്യായത്തിലുള്ള ചോദ്യവും ഉത്തരവും. 1 ചോദ്യം. പ്രഭാഷകൻ അധ്യായം 38 എത്ര വാക്യങ്ങളുണ്ട്?
ആൻസർ 34 വാക്യങ്ങൾ. രണ്ടാം ചോദ്യം, വൈദ്യനെ ആര് പ്രശംസിക്കുമെന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ആൻസർ മഹാന്മാർ. മൂന്നാമത്തെ ചോദ്യം, കർത്താവ് വെള്ളത്തെ മധുരീകരിച്ചത് എങ്ങനെയാണ്? ആൻസർ തടി കഷ്ണം കൊണ്ട്. നാലാം ചോദ്യം, ആരെ ഓർത്ത് കരയാനും കഠിന വേദന കൊണ്ട് എന്ന പോലെ വിലപിക്കാനുമാണ് പ്രഭാഷകൻ പറയുന്നത്? ആൻസർ മരിച്ചവനെ. അഞ്ചാം ചോദ്യം, മരിച്ചവരെ ഓർത്ത് നിൻ്റെ വിലാപം എങ്ങനെയുള്ളതായി ഇരിക്കട്ടെ എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ആൻസർ തീക്ഷ്ണതയുള്ളത്. ആറാം ചോദ്യം, എവിടെ ദുഃഖം ശമിക്കുകയില്ല എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ആൻസർ വിനാശത്തിൽ. ഏഴാം ചോദ്യം, ദരിദ്രൻ്റെ ജീവിതം എങ്ങനെയുള്ളതാണെന്ന് പ്രഭാഷകൻ പറയുന്നത്? ആൻസർ ഹൃദയഭാരം നിറഞ്ഞത്. എട്ടാം ചോദ്യം, വൈദ്യനെ നിയോഗിച്ചത് ആരാണെന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ആൻസർ കർത്താവ്. ഒമ്പതാം ചോദ്യം, വൈദ്യനെ ആരെ സമ്മാനിക്കുമെന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ആൻസർ രാജാവ്. പത്താം ചോദ്യം, വൈദ്യനെ ഉന്നതനാക്കുന്നത് എന്താണ്? ആൻസർ അവൻ്റെ വൈഭവം.